ഫുൾ ടൈം കറങ്ങി നടക്കുന്ന ഒരമ്മക്കോഴിയുടെ 10 കുഞ്ഞു മക്കളാണ് കേട്ടോ ഇത്. ഇവർ ജനിച്ചിട്ട് ഇന്നേക്ക് 5 ദിവസം പൂർത്തിയായി. അമ്മക്കോഴിക്ക് ഇവർക്ക് ചൂട് കൊടുക്കാൻ ഒട്ടും സമയമില്ല കേട്ടോ. പുള്ളിക്കാരിക്ക് ഫുൾ കറക്കാണ്. നമ്മളിനി കൂട്ടിലെടുത്തിട്ടാലും കുറച്ച് നേരം ചുറ്റിപ്പറ്റി നടന്നിട്ട് വീണ്ടും ഡോറിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തട്ടിയും കൊണ്ട് നിൽക്കും. ഡോറ് തുറന്നാൽ പുറത്തേക്ക് ഇറങ്ങിപ്പോകും കേട്ടോ. എന്നിട്ട് ഒരു മണിക്കൂറൊക്കെ കറങ്ങി ചുറ്റി അടിച്ചിട്ട് ഇതാ കൂടിൻ്റെ മുകളിൽ വന്ന് ഇങ്ങനെ ഇരിക്കും. എന്താണെന്ന് അറിയില്ല. ആദ്യമൊക്കെ ഇവള് നന്നായിട്ട് കുഞ്ഞുങ്ങളെ നോക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഇടയായിട്ട് പുള്ളിക്ക് കുറച്ചൊരു കറക്കം കൂടിയിട്ടുണ്ട്. അവളെ നോക്കി നിന്നാലേ നമ്മുടെ പരിപാടികളൊക്കെ അവിടെ സ്റ്റോപ്പ് ആവും കേട്ടോ. അതുകൊണ്ട് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇന്ന് കണ്ടിക്കിഴങ്ങ് പുഴുങ്ങിയതാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേര് എന്നുള്ളത് ഒന്ന് കമൻറ്റിൽ പറയണേ. അതുപോലെ മസാല ദോശയും റെഡിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കണ്ടിക്കിഴങ്ങിൻ്റെ കൂടെ നല്ല തേങ്ങാ ചമ്മന്തി ഉണ്ട് കേട്ടോ. അതിപ്പോൾ എന്തായാലും ഞാനിതിൽ കാണിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ കണ്ടിക്കിഴങ്ങൊക്കെ വെന്ത് നല്ല കുട്ടപ്പനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ എന്ത് ഭംഗിയാണ് കാണാനല്ലേ. അതിൻ്റെ ആ ഒരു കളർ കേട്ടോ, കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുത്താൽ അവർ എന്തായാലും കഴിക്കും. കാരണം ആ ഒരു കളറ് കാണുമ്പം തന്നെ അവർക്കതൊന്ന് എടുത്ത് രുചിച്ച് നോക്കാൻ തോന്നും. കണ്ടില്ലേ നല്ല കളറ് മാത്രമല്ല കേട്ടോ, കാണുമ്പോലെയല്ല നല്ല ടേസ്റ്റും ഉണ്ട്. നല്ല ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. നന്ദുവിനും സിദ്ധുവിനും പിന്നെ അങ്ങനെ വലിയ നിർബന്ധങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ രാവിലെ എന്ത് ഫുഡ് കൊടുത്താലും അവർ കഴിക്കും. മസാലദോശ, നല്ല തേങ്ങാ ചമ്മന്തി, കണ്ടിക്കിഴങ്ങ്. എന്തായാലും ഞങ്ങൾ രാവിലെ ചായ കുടിക്കട്ടെ. കോഴികൾ അപ്പുറത്തിരുന്ന് നന്നായിട്ട് കൊക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ വീഡിയോ എടുക്കുകയാണ് എന്നുള്ളത്. എൻ്റെ ഏതൊരു വീഡിയോ എടുത്ത് നോക്കിയാലും അതിൽ എൻ്റെ കോഴീൻ്റെ ഒരു കൂവൽ കേൾക്കാത്ത ഒരു വീഡിയോ പോലും ഉണ്ടാവില്ല കേട്ടോ. കുറേയൊക്കെ ഞാൻ മ്യൂട്ടാക്കുകയാണ് ചെയ്യുക. എന്താണെന്നറിയില്ല, അവർ ആ ഒരു സമയത്ത് മത്സരിച്ച് കൂവും. ചില സമയത്തൊക്കെ എനിക്ക് ദേഷ്യം വരും കേട്ടോ. ഞാനൊന്ന് കൂട്ടിൽ പോയിട്ട് അവരെ നന്നായിട്ട് വഴക്ക് പറയും. നിങ്ങളെന്തിനാണ് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ട് അതുപോലെ അരി ഇട്ട് കൊടുക്കുകയും ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷെ എന്താണെന്നറിയില്ല, ആ ഒരു സമയത്ത് അവർ നന്നായിട്ട് പിന്നെ കൂവുകയും ശബ്ദം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. അതിനും വേണ്ടി നമുക്ക് വീഡിയോ എടുക്കാനില്ല, വേറൊരു പരിപാടികളോ ഇല്ലെങ്കിൽ അവരും മൊത്തത്തിൽ സൈലൻ്റ് ആയിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരാൾ കൂവിയാലുണ്ടല്ലോ ബാക്കിയുള്ളവരൊക്കെ അതിനെ ഏറ്റുപിടിക്കുക ചെയ്യുക. ഇവർക്കിടയിലുണ്ട് കേട്ടോ ഒരു നേതാവ്. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം സിദ്ധുട്ടനിതാ അവൻ്റെ പാത്രം കഴുകി വെക്കുന്നുണ്ട്. ഇനി ഇത് കണ്ടിട്ട് കുട്ടീനെ കൊണ്ട് പാത്രം കഴുകിച്ച് വെച്ചെന്നും പറഞ്ഞിട്ട് നിങ്ങളാരും എനിക്കിട്ട് പൊങ്കാലയിടണ്ട കേട്ടോ. ഇടയ്ക്കൊക്കെ ഇവരിങ്ങനെ കഴുകാറുണ്ട്. അതുമാത്രമല്ല അവർ പഠിക്കണമല്ലോ അല്ലേ. എപ്പോഴും പാത്രം ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് വാഷ് ബേസിലിട്ട് പോകുന്നത് മാത്രം പഠിച്ചാൽ പോരാ, കഴുകി വെക്കാൻ അവർ പഠിക്കണം. കണ്ടിക്കിഴങ്ങ് പുഴുങ്ങിയ വെള്ളം അതാണ് കേട്ടോ ഈ ബോട്ടിലാക്കി വെക്കുന്നത്. അതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട് അവരങ്ങനെ ബോട്ടിലൊക്കെ ഒഴിച്ച് കളിക്കുകയാണ്. ഇനി നമുക്ക് കോഴിക്കോട്ടിലേക്ക് പോവാം. ഇനി ഇന്നത്തെ സ്റ്റോറി ഇവരുടേതാണ് കേട്ടോ. ഇവർ പാവം മക്കളാണ്, കണ്ടില്ലേ ഉറക്കം തൂങ്ങി നിൽക്കുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിക്കേ. എന്താന്ന് വെച്ചാൽ ഇവരുടെ അമ്മ, അവൾക്കൊരു 2.5 വയസ്സ് പ്രായമുണ്ട് കേട്ടോ. അവൾ നന്നായിട്ട് അടയിരിക്കുകയും അതുപോലെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നന്നായിട്ട് നോക്കുകയും ചെയ്യുന്ന ഒരു കോഴിയമ്മയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നേരെ തല തിരിഞ്ഞു എല്ലാ കാര്യങ്ങൾക്കും. സാധാരണ അടയിരുന്നാൽ 2 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് അവൾ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വന്ന് വീണ്ടും ആ ഒരു എഗ്ഗിൽ വന്നിരിക്കുന്നതായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അവൾ ഒട്ടും ആ ഒരു കൊട്ടയിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നേ ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ പോയിട്ട് ഇവളെ നിർബന്ധിക്കണം. നമ്മൾ കുട്ടികളൊക്കെ നിർബന്ധിക്കല്ലോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. വെള്ളം കുടിക്കും മോനെ, ചോറ് കഴിക്കും മോനെ എന്നൊക്കെ പറയുന്നത് പോലെ ഇതിനോട് പോയിട്ട് ചോറ് കഴിക്കുക വെള്ളം കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഇത് പുറത്തിറങ്ങുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ ഇതിനെ പിടിച്ച് പുറത്തിട്ട് അതിന് വെള്ളവും ഫുഡും ഒക്കെ കൊടുത്ത് പിന്നെ കൂട്ടിലാക്കും. അങ്ങനെ 21 ദിവസം അങ്ങനെ പോയിട്ടോ. നമ്മൾ മുട്ട വെച്ചും പോയി. ഇപ്പം ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് മുട്ടയിലൊക്കെ കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ ഒരു രക്ഷയില്ല, വേറെ കോഴിയാണെങ്കിൽ പുറത്തിൽ കിടക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും 21 ദിവസം കംപ്ലീറ്റ് ആക്കണമല്ലോ. അങ്ങനെ കോഴിമക്കൾ വിരിഞ്ഞ് അന്ന് വലിയ കുഴപ്പമില്ല. 2ാമത്തെ ദിവസം ഇവൾക്ക് കൂട്ടിൽ നിൽക്കാനേ പറ്റൂല, ഇവൾക്ക് പുറത്ത് പോകണം. അങ്ങനെ ഇവൾ ഡോറിന് ഇങ്ങനെ വന്നിട്ട് ചിറകിട്ടടിക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കും ഓക്കെ അവൾക്ക് പുറത്ത് മറ്റാവശ്യത്തിന് എന്തിനായിരിക്കും പോകുന്നത് വിചാരിച്ച് തുറന്ന് വിടും. തുറന്ന് വിട്ടാൽ ഈ പെണ്ണുണ്ടല്ലോ തിരിച്ച് വരികയില്ല. അയറ്റാലൊരു സാധനമാണത്. കണ്ടില്ലേ, അവൾ തെണ്ടലൊക്കെ കഴിഞ്ഞ് കൂടിൻ്റെ മുകളിൽ വന്നിരിക്കുകയാണേ. ഇപ്പം പോവും, ഒരു 10 മിനിറ്റ് വന്ന് നോക്കും എൻ്റെ കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടോയെന്ന്. അത് അവരുടെ സൗണ്ട് കേട്ടാൽ അന്നപ്പോൾ അവൾ പിന്നെ കറങ്ങാൻ പോവും. ഞാൻ കുട്ടികൾക്ക് ബൾബ് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. പിന്നെ വേറെ കുറച്ച് വലിയ കോഴികളുണ്ട്. അതിലാണെങ്കിൽ നമുക്കിപ്പോൾ പൊരുത്തായവരൊന്നും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ ഒരു എഗ്ഗ് അവർക്ക് വെച്ച് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ പൊരുത്തായാലും കണ്ടിന്യൂസ് ആയിട്ട് 21 ദിവസമൊന്നും കിടക്കാത്ത കോഴികളും ഉണ്ട് കേട്ടോ. സംഭവം നാടനാണെങ്കിലും കൂടി ചില കോഴികൾക്കൊക്കെ ഭയങ്കര മടിയായിരിക്കും കിടക്കാൻ. അവർ വേറെ കോഴികൾ കിടക്കുന്നത് കാണുമ്പോൾ അവർക്കൊരു പൂതി വരും, എനിക്ക് കുറച്ച് ദിവസം അങ്ങനെ കിടക്കണമെന്ന്. അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ നിന്നാലും അവർക്ക് പറ്റില്ല, അവർ അങ്ങ് എഴുന്നേറ്റ് പോവും.
പിന്നെ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ ഈ ഒരു കാര്യത്തിൽ. അവരിരുന്നില്ലെങ്കിൽ നമുക്ക് 8ൻ്റെ പണി കിട്ടും. അതുകൊണ്ടാണ് എനിക്ക് കോഴിക്ക് മുട്ട വെച്ച് കൊടുക്കുന്നതിനേക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത് ഇൻക്യുബേറ്ററിൽ വെക്കുമ്പോഴാണ് കേട്ടോ. അതാകുമ്പോൾ നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. അതിലെ വെള്ളം ജസ്റ്റ് തീരുന്നതിനനുസരിച്ച് മാറ്റി കൊടുക്കുക. പിന്നെ ബൾബ് കത്തുന്നുണ്ടോ കറണ്ട് ഉണ്ടോ എന്ന് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇതാണെങ്കിൽ കുട്ടികളെ വിളിച്ച് ഫുഡ് കൊടുക്കുന്നത് പോലെ ഇവരെ വിളിച്ച് ഇവർക്ക് ഫുഡ് കൊടുക്കണം. ഇവർ കൂട് തുറന്നാലൊന്നും ഇവർ പുറത്ത് പോവില്ല. ഇത് കണ്ടോ, ഈ 2 ആശാത്തികൾ ഇവിടെ പൊരുത്തിൽ കിടക്കുക. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ കട്ട ഫ്രണ്ട്സാണ്. എന്താണെന്നല്ലേ, തൂവലൊക്കെ പോയി അങ്ങേ അറ്റെത്തിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 500 ഗ്രാമൊക്കെ ഉണ്ടായിരിക്കും വെയിറ്റ്. പക്ഷേ എത്ര ഞാൻ പുറത്ത് എടുത്തെറിഞ്ഞിട്ടും അല്ലെങ്കിൽ കഴുത്തിൽ പാള കെട്ടിക്കൊടുത്തു, കാലിൽ കവറ് കെട്ടിക്കൊടുത്തു, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ല. പക്ഷേ ഇവർ മുട്ടയ്ക്ക് അങ്ങനെ ഇരിക്കുന്നില്ല. ഇങ്ങനെ ഇവർ രണ്ടാളും സാധാരണ പൊരുത്തിൽ കിടക്കുന്ന സമയത്ത് ഒരു കോഴീനെ കൊത്തി ഓടിക്കും. പക്ഷേ ഇവരങ്ങനെയല്ല കേട്ടോ. ഇവർ തമ്മിൽ ഭയങ്കര ഒരു ഒത്തൊരുമയാണ്. ഒരാൾ പുറത്ത് പോയിട്ട് എന്തെങ്കിലും കഴിച്ച് വരുന്നത് വരെ മറ്റേ ആൾ ഒരു മുട്ടയും വെച്ച് കിടക്കുക, അതിൽ കിടക്കും. എന്നിട്ട് ഈ ആൾ തിരിച്ച് വന്നിട്ടാണ് മറ്റേ ആൾ അതിന് പോവുക കേട്ടോ. കണ്ടില്ലേ, തൂവലൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട്. അവർക്കിപ്പം നമ്മൾ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളത്തിലൂടെ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ എഴുന്നേറ്റ് പോകുന്നില്ല. ഇനി എന്തെങ്കിലും ചെയ്യാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയുക കേട്ടോ, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. തൂവൽ നന്നായിട്ട് പോയിട്ടുണ്ട്. അവർ എഴുന്നേറ്റ് പോകുന്നില്ല. പക്ഷേ ഞാൻ മുട്ട വെച്ച് നോക്കി, വേറെ കൂട്ടിൽ കൊട്ടയിലിട്ട് നോക്കി. പക്ഷെ അവിടെ അവർ കിടക്കുന്നുമില്ല. അവർക്ക് ഈ ഒരു ബോക്സിൽ തന്നെ കിടക്കണം. പിന്നെ കുട്ടികളെ കാര്യമാണെങ്കിൽ അവർക്കിപ്പോൾ ഞാൻ ബൾബ് ഇട്ട് കൊടുത്തതാണേ. ഇപ്പോൾ ഒരു 5 ദിവസത്തിൻ്റെ മുകളിലായിട്ട് അവർ ഈ ഒരു ബൾബിൻ്റെ ചൂടായതുകൊണ്ട് രാത്രിയാകുമ്പോൾ നന്നായിട്ട് ഉറങ്ങും. തള്ളക്കോഴീനെ ഞാൻ ഉള്ളിലിട്ട് കൊടുത്തെങ്കിലും കൂടി അവളിപ്പോൾ കുട്ടികളെ നോക്കുന്നില്ല. എന്താണ് റീസൺ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഒന്നും ചെയ്യുന്നൊന്നുമില്ല കേട്ടോ, കൊത്തിപ്പായിക്കുക അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അവൾ ചിറകിൻ്റെ അടിയിലേക്ക് വെക്കുകയോ ചൂട് കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവൾക്ക് ഇങ്ങനെ പുറത്ത് പോകണം. പുറത്ത് പോയാലും നമ്മുടെ വീടിൻ്റെ പരിസരത്തൊന്നുമല്ല, എവിടെയോക്കെയാണ് പോകുന്നത്, വിളിച്ചാലും വരില്ല. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി കറങ്ങി ഇങ്ങനെ വന്നിട്ട് ഇതാ കണ്ടോ, കൂട്ടിൻ്റെ മുകളിൽ വരും, ഇങ്ങനെ ഒന്ന് നടക്കും സൗണ്ട് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ താഴത്തുനിന്ന് സൗണ്ട് ഉണ്ടാക്കും. എന്നിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് അവിടെ നിന്നിട്ട് പിന്നെ അവൾ പോകും. ഇതിങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ട് നിൽക്കണം. ഇതാണ് ഇവളുടെ പരിപാടി. പിന്നെ രാത്രി കൂട്ടിൽ പോയില്ല കേട്ടോ. ഇവൾ ഈ ഒരു ഷീറ്റിൻ്റെ മുകളിലേ ഇവൾ കിടന്നുറങ്ങുള്ളൂ. പിടിക്കാൻ ചെന്നാൽ ഷീറ്റിൻ്റെ ഉൾഭാഗത്തേക്ക് അങ്ങ് നൂണ്ട് കയറും. പിന്നെ ഒരു രക്ഷയില്ല. അന്നേരം ഞാൻ എന്താ ചെയ്യാമെന്നറിയോ, അതായത് ലൈറ്റൊക്കെ അങ്ങ് ഓഫാക്കും. ഞാൻ അടുക്കളയിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇവൾ കൂടിൻ്റെ മുകളിൽ ഉറങ്ങുന്നുണ്ടാവും. എന്നിട്ട് ലൈറ്റ് ഓഫാക്കിയിട്ട് ഇരുട്ടത്ത് പോയിട്ട് അവളൊക്കെ പിടിക്കും. അങ്ങനെയാണ് ചെയ്യാറ്. ഇവിടുത്തെ കോഴികൾക്ക് ഒരുപാട് കഥകളുണ്ട് കേട്ടോ പറയാൻ. ഒരു പ്രാവശ്യം തെങ്ങിൽ തേങ്ങ വലിച്ചു. ആ ഒരു സമയത്ത് തേങ്ങ വന്ന് വീണത് ഇവരുടെ കൂടിൻ്റെ മുകളിലായിരുന്നു, ഷീറ്റിൻ്റെ മുകളിൽ. തേങ്ങ വീണതും കോഴികളെല്ലാവരും കൂടി ഒരുമിച്ച് കൊക്കി പറന്ന്. അങ്ങനെ പറന്ന് പോയിട്ട് ആ ഒരു ഓളോബിക്സിൻ്റെ ചുമരിനിട്ട് അടിച്ചിട്ട് ഒരു കോഴീൻ്റെ മുട്ടുംകാല് പൊട്ടിപ്പോയി. പൊട്ടിയെന്ന് പറഞ്ഞാൽ പൊട്ടിയിട്ട് ഇങ്ങനെ തൂങ്ങിപ്പോയി കാല്. അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആയിപ്പോയി. അങ്ങനെ വിനേട്ടൻ ആ കോഴീനെ എടുത്തിട്ട് മഞ്ഞൾ അരച്ചു, അതുപോലെ തുളസി, ആര്യവേപ്പിൻ്റെ ഇല, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, ചെന്നിയായൊക്കെ ഉണ്ടായിരുന്നു, കോഴിമുട്ടേൻ്റെ വെള്ള, ഇതെല്ലാം കൂടി കൂട്ടി അരച്ച് നമ്മൾ കാലിന് നമുക്ക് പറ്റിയാൽ കിട്ടില്ല, അതുപോലെ ഒരു വെള്ളത്തുണിയിലിട്ടിട്ട് കോഴിക്ക് കാലിന് കെട്ടി. അങ്ങനെ 2-3 ദിവസം കൂട്ടിലിട്ടു. 2-3 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഒരു കെട്ടും കൂടി കെട്ടിക്കൊടുത്തു. അങ്ങനെ 3 കെട്ട് കെട്ടി. അതിൽ ആ ഒരു കോഴീൻ്റെ കാല് റെഡി ആയിട്ടോ. പക്ഷേ മുട്ടുംകാല് ജോയിൻ്റ് അയക്കുന്നെങ്കിലും കൂടി ചെറുതായിട്ടൊന്ന് കുറച്ചൊരു മാറ്റം. ആദ്യത്തെ മാതിരി കോഴിക്ക് നല്ലോണം കാലും കൊണ്ട് വളയ്ക്കാൻ പറ്റൂല, എന്നാലും ഓക്കെ ആയിരുന്നു. എനിക്കതൊരു അത്ഭുതമായിരുന്നു കേട്ടോ. നമ്മളതുപോലെ തന്നെ കോഴീൻ്റെ കാലും ഇതുപോലെ കെട്ടിയാൽ റെഡി ആവുമെന്നുള്ളത് അന്നാണ് എനിക്ക് മനസ്സിലായത്. അത് കഴിഞ്ഞാൽ ഒരു 2 കോഴിക്ക് അങ്ങനെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. 2 ആളെ കാലും വിനേട്ടനെ കെട്ടിയിട്ട് റെഡിയാക്കിയതായിരുന്നു. പിന്നെ ഏറ്റവും സങ്കടം തോന്നിയ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, വലിയൊരു കോഴി ഉണ്ടായിരുന്നു, ഒരു പൂവൻ കോഴി. അതിനെ 4 കുറുക്കന്മാരെല്ലാവരും കൂടി പിടിച്ച് ഉരുട്ടി മലേൻ്റെ മുകളിൽ കൊണ്ടുപോയി. അവർക്ക് കഴിക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അവർ ഫുഡൊക്കെ കഴിച്ച് വിശപ്പൊക്കെ മാറിയതാണ് കുറുക്കന്മാർക്ക്. അല്ലെങ്കിൽ അവർ കോഴീനെ കിട്ടിയാൽ എന്നപ്പം തന്നെ വലിച്ച് കീറുമല്ലോ. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല കേട്ടോ. അവർ കളിക്കുകയാണ് ചെയ്തത്. അതായത് കോഴീൻ്റെ തലയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ തട്ടി 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 ഇവർ കളിച്ചു. എന്നിട്ട് 4 ആളും കൂടി ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയ സമയത്ത് പിന്നെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ കണ്ടപ്പം അവർ കല്ലെടുത്തെറിഞ്ഞപ്പം ഈ കുറുക്കന്മാരൊക്കെ ഓടി.
അങ്ങനെ അവർ എന്നോട് വന്ന് പറഞ്ഞു, കോഴി ഇവിടെ ഉണ്ട്, നിൻ്റേതാണോ എന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി നോക്കിയ സമയത്ത് എൻ്റെ പൂവൻ കോഴിയാണേ. അങ്ങനെ ഞാൻ നോക്കിയ സമയത്ത് ഇതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്കിപ്പോൾ ഒരു ചെറിയൊരു പോറൽ പോലെ വയറിൻ്റെ ഭാഗത്ത് ഒരു കുഞ്ഞി പോറലെന്ന് പറയാൻ മാത്രമുള്ള ഇല്ല, അത്ര ഒരു കുഞ്ഞു മുറിവ് മാത്രം. ഈ 4 കുറുക്കന്മാരും കൂടി ഇതിനെ പിടിച്ചു കൊണ്ടുപോയിട്ടും ഇതിന് ഒരു പരിക്കും അതിന് പറ്റിയിട്ടില്ല. പിന്നെ ഒരു കണ്ണിന് മാത്രം ചെറിയൊരു ചോര കളറ്, ബാക്കി ഇപ്പുറത്തെ കണ്ണിനും പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ ഞാനിതിനെ എടുത്ത് കൊണ്ടുവന്നു കൂട്ടിലിട്ടു. പിറ്റേന്ന് നോക്കിയ സമയത്ത് 2 കണ്ണിലും ഒരു വെള്ള കളറ് വന്ന് കിടക്കുന്നു. അങ്ങനെ ഞാൻ ഇതിന് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വാരി കൊടുത്തു. പിന്നെ 2 ദിവസം കൂടി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ 2 കണ്ണും അടിച്ചു പോയി. ഇതിന് കണ്ണ് കാണാൻ പറ്റാതായിപ്പോയി. പാവം തോന്നി. കാരണം ഇതിന് വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല, ഫുഡ് കഴിക്കാൻ കഴിയുന്നില്ല. കോഴി അത്യാവശ്യം ഒരു 3 കിലോ 3.5 കിലോൻ്റെ അടുത്ത് വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെ ഈ 3 നേരം അല്ലെങ്കിൽ 4 നേരം വെച്ചിട്ട് ഇതിന് നമ്മൾ കുട്ടികൾക്കൊക്കെ വാരി കൊടുക്കും പോലെ ഫുഡ് കൊടുക്കും. ചോറ് വാരി ഉരുളയാക്കി കൊടുക്കുക, അതുപോലെ വെള്ളം കുടിപ്പിക്കുക, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. പക്ഷേ അങ്ങനെ ചെയ്താലും അത് കൊത്തി പെറുക്കി തിന്നിട്ട് അതിൻ്റെ വയറ് നിറയുന്നത് പോലെ ഞാൻ എത്ര കൊടുത്തിട്ടും അതിൻ്റെ വയറ് നിറയുന്നില്ല. പിന്നെ അത് മാത്രമല്ല, എനിക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാനും കഴിയുന്നില്ല. ഇതിനിങ്ങനെ ഫുഡ് കൊടുക്കണമല്ലോ. കൂട്ടിൽ വെച്ച് കൊടുത്തിട്ട് ഇതിനാണെങ്കിൽ കഴിക്കാനും കഴിയുന്നില്ല. പിന്നെ ഞാനിതിന് ചെറിയ രീതിയിലൊരു ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങി. ഞാനൊരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് അരി വെച്ചിട്ട് ഇതിനെ ഒറ്റയ്ക്കൊരു കൂട്ടിലിട്ടു. എന്നിട്ട് ഇതിങ്ങനെ സൗണ്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി ഈ കോഴി. അങ്ങനെ ഞാൻ ഈ അരി വെച്ച് കൊടുക്കുന്ന ഒരു സ്റ്റീൽ പാത്രം ഉണ്ടല്ലോ, അതിങ്ങനെ കൂട്ടിലിട്ടിട്ട് മുട്ടാൻ തുടങ്ങി. മുട്ടുന്ന ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ഈ കോഴി ഈ സൗണ്ട് കേൾക്കുന്ന ഭാഗത്തേക്ക് വരും. എന്നിട്ടിങ്ങനെ കൊക്കോണ്ട് കൊത്താൻ തുടങ്ങി. അങ്ങനെ അതിന് ഒരു പ്രാവശ്യം അരി കിട്ടി. പിന്നെ ഇതിങ്ങനെ കൊത്തി കൊത്തി തിന്നാൻ തുടങ്ങി. അന്നേരം ഞാൻ ആ ഒരു അരിപ്പാത്രത്തിൻ്റെ അടുത്ത് തന്നെ അത്യാവശ്യം ഒരു വലിയൊരു വട്ടമുള്ളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളവും വെച്ചിട്ട് അരീൻ്റെ അടുത്ത് തന്നെ വെച്ചു. ചില സമയങ്ങളിൽ ഇത് അരിയിൽ കൊത്തും, എന്നിട്ട് രണ്ടാമത് അരിക്ക് വേണ്ടി കൊത്തുമ്പം ഭാഗം മാറിപ്പോവും, ചിലപ്പം വെള്ളത്തിലായിരിക്കും. അങ്ങനെ വെള്ളവും കിട്ടും അരിയും കിട്ടും. അങ്ങനെ ഞാൻ എപ്പോൾ ഫുഡ് കൊണ്ട് കൊടുത്താലും ഇങ്ങനെ തട്ടി തട്ടി വെച്ച് കൊടുത്തു. അങ്ങനെ കോഴിക്ക് മനസ്സിലായി ഇതിനുള്ള ഫുഡ് കൂട്ടിലുണ്ട് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിരുന്നു. വെച്ചാൽ ഈ കോഴിയില്ലേ, ഈ സൗണ്ട് കേട്ടിട്ട് ഇങ്ങനെ നടന്ന് വരും കേട്ടോ. നടന്ന് വന്നിട്ട് അങ്ങനെ നടന്ന് വന്ന് പെട്ടെന്ന് ഇതിൻ്റെ തല ഗ്രില്ലിനിട്ട് അടിക്കും. ഇതിന് കണ്ണ് കാണില്ലല്ലോ, ഇതിങ്ങനെ മുന്നോട്ട് നടന്ന് വരില്ലേ. എന്നിട്ട് ഗ്രില്ലിന് തല അടിക്കുന്ന സമയത്ത് കോഴി വീണ്ടും പുറകോട്ട് തന്നെ പോകും. എന്നിട്ട് അവിടെ നിൽക്കും. പിന്നെ വീണ്ടും അത് മുന്നോട്ട് നടക്കുമ്പോൾ അപ്പുറത്തെ മൂലയിൽ ഗ്രില്ലിന് കൊണ്ടുപോയിട്ട് തലയിട്ടടിക്കും. അപ്പോൾ അത് തിരിച്ച് വീണ്ടും ബാക്കോട്ട് തന്നെ വരും. അത് കണ്ടു നിൽക്കാൻ നമുക്ക് കഴിയില്ല, അത്രയൊരു സങ്കടമുള്ള കാര്യമായിരുന്നു. അപ്പോൾ ആ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു, ആ കുറുക്കന്മാർക്ക് 4 കൂടി ഇതിനെ അങ്ങ് കടിച്ചു കൊന്നാൽ മതിയായിരുന്നു. ഞാൻ അതിനെ ഹെൽത്ത് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് മൃഗാശുപത്രിയിൽ കൊണ്ടുപോയി അതിനെ കാണിച്ചു. അതിൻ്റെ കണ്ണിൽ ഓയിൻമെൻറ്റ് തേച്ച് കൊടുത്തു, അതുപോലെ മരുന്ന് ഉറ്റിച്ച് കൊടുത്തു. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ നോക്കി. പക്ഷേ അതിൻ്റെ കണ്ണിന് കാഴ്ച കിട്ടിയില്ല. പിന്നെ അത് മാത്രമല്ല, കാഷ്ടത്തിന് ഒരു പച്ച കളറായിരുന്നു. അതും ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ മാറുമായിരിക്കുന്നു. പക്ഷേങ്കിൽ അങ്ങനെ കണ്ണിന് കാഴ്ചയല്ലാതെ 3 മാസം ആ കോഴി ജീവിച്ചു. 3 മാസം ഞാനിതുപോലെ ഫുഡ് കൊടുത്തു. ഫസ്റ്റിൽ അതിന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടായിരുന്നു ബാക്കിയുള്ളവർക്ക് കൊടുക്കാറും കാര്യങ്ങളൊക്കെ. അതുപോലെ അതിനെ കുറച്ചൊക്കെ ഞാനിങ്ങനെ മുറ്റത്ത് നിന്നിട്ട് തുറന്ന് വിടും. കണ്ണ് കാണില്ല കേട്ടോ, എന്നാലും സൗണ്ട് ഇങ്ങനെ പാത്രമൊക്കെ തട്ടിയിട്ട് മുറ്റത്ത് കൂടെ ഞാനിങ്ങനെ നടത്തിക്കുകയായിരുന്നു അതിനെ. അങ്ങനെ ഒരു ദിവസം ഇതിന് എന്താ പറയുക, കൂട്ടിലിങ്ങനെ കെട്ടിയിട്ടു. അതുപോലെ ഒരു പൊരുത്തുള്ളൊരു കോഴീനെയും കെട്ടിയിട്ടു. ഒരു രാത്രി എന്തോ ഒരു സാധനം വന്നിട്ട് 2 കോഴീൻ്റെയും കഴുത്തങ്ങ് അറുത്ത് പോയി. ഞാൻ പിറ്റേന്ന് രാവിലെ അതിനെ ഫുഡും കൊണ്ട് വന്ന സമയത്ത് ഇത് കഴുത്തില്ലാതെ കൂട്ടിൽ ചത്ത് കിടക്കുകയാണ്. അപ്പം അത് കണ്ടപ്പം ഭയങ്കര വിഷമമായി. പക്ഷേ വേറെ ആരെങ്കിലും ആണെങ്കിൽ ആ ഒരു സമയം തന്നെ അതിനെന്തെങ്കിലും ചെയ്യും. ഞങ്ങൾക്ക് അതിനും തോന്നിയില്ല. അപ്പം വിനേട്ടൻ പറഞ്ഞു, അതിന് ഫുഡ് കൊടുക്കുക, വെള്ളം കൊടുക്കുക, അതിൻ്റെ ആയുസ് വരെ അത് അവിടെ നിന്നോട്ടെ, അതിനൊന്നും ചെയ്യണ്ട, അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് 3 മാസത്തോളം ആ ഒരു കോഴി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കോഴീനെ വളർത്തുക എന്ന് പറയുമ്പം സിമ്പിളല്ല, ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതൊക്കെ നമ്മൾ തരണം ചെയ്ത് പോകണം. കീരി കുറുക്കന് എല്ലാം പിടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ ഇല്ല ഇനി ഞാൻ വളർത്തുന്നില്ല എന്ന് പറഞ്ഞാലൊന്നും കാര്യം നടക്കില്ല. എൻ്റെ കാര്യം എങ്ങനെയാണ് കേട്ടോ, കുറേ കീരി കൊണ്ടുപോകും, കുറേ കുറുക്കാൻ കൊണ്ടുപോകും. എന്നാലും
ഞാനിങ്ങനെ വളർത്തിയും കൊണ്ട് പോകുന്നുണ്ട്. നമുക്കിതിൽ നിന്ന് വലിയ ലാഭമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇഷ്ടം കൊണ്ട് മാത്രമാണ് വളർത്തുന്നത്.